ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫാമിലി വീക്കിൻ്റെ 3-ാം ദിവസമായ ഇന്ന് മൂന്നാമത് അനുമോളുടെ ഫാമിലിയാണ് വന്നത്. അനുമോളുടെ അമ്മയും കസിൻ സിസ്റ്ററുമാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ജിസേലിൻ്റെയും ആര്യൻ്റെയും ഫാമിലി വരുന്ന സമയത്ത് ആദ്യം ഇവർക്ക് തങ്ങളുടെ ഫാമിലിയെ കാണാം, അതിനുശേഷമാണ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാനായിട്ട് പറയുന്നത്. എന്നാൽ ഇന്ന് ബിഗ് ബോസ് നേരെ അതിലൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് ആദ്യം തന്നെ അനുമോൾ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാൻ പറയുന്നു, അതിനുശേഷമാണ് ഫാമിലി വരുന്നത്. അങ്ങനെ ബിഗ് ബോസിനോട് അനുമോൾ പറയുന്നുണ്ട്, ബിഗ് ബോസ് ഇങ്ങനെ തന്നെ ചെയ്യും എന്നത് എനിക്ക് അറിയാമായിരുന്നു, എന്നോട് മാത്രം എന്താണ് ബിഗ് ബോസ് ഇങ്ങനെ എന്നുള്ളതൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയിട്ട് അനുമോൾ ഇവിടെ ടാസ്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വീട്ടുകാർക്ക് അനുമോളുടെ ഫാമിലിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം എന്നുള്ളൊരു അവസരമാണ് ബിഗ് ബോസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അനുമോളുടെ അമ്മയും കസിൻ സിസ്റ്ററും സംസാരിക്കുകയാണ്. അതിനുശേഷം ടാസ്ക് എല്ലാം പൂർത്തിയായതിനു ശേഷം അനുമോള് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് കസിൻ സിസ്റ്ററോടും അമ്മയോടും സംസാരിക്കുകയാണ്. അപ്പോൾ അനുമോളുടെ കസിൻ സിസ്റ്റർ പറയുന്ന ചില നിർണായകമായ കാര്യങ്ങളുണ്ട്. അതായത് അനുമോൾ പറയുന്നത്, നീ ഇവിടെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടാൻ വന്നതല്ല, ആരുടെയും നെഗറ്റീവ് പറയാനും വന്നതല്ല, നീ ഒരിക്കലും ആരുടെയും നെഗറ്റീവ് പറയാൻ പോവണ്ട, അതിനല്ലല്ലോ നീ ഇവിടെ വന്നിരിക്കുന്നത്, നീ പുറത്ത് വളരെയധികം സ്ട്രോങ് ആയ കണ്ടസ്റ്റൻ്റ് അല്ലേ എന്നതൊക്കെ. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇവിടെ ആകെ കുക്കിംഗ് അറിയുന്നത് എനിക്കും ബിന്നിക്കും മാത്രമാണ്, പിന്നെ ഒനിൽ ചേട്ടന് കുക്കിംഗ് അറിയാം, പക്ഷേ ഒനിൽ ചേട്ടന് വെസ്റ്റേൺ ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കാൻ അറിയുകയുള്ളൂ, അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെ കുക്ക് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് കിച്ചണിൽ നിൽക്കുന്നത്, അല്ലാതെ കിച്ചണിൽ മാത്രം ഞാൻ ഒതുങ്ങിക്കൂടുന്നതല്ല എന്ന് പറയുന്നു. അപ്പോൾ അനുമോളുടെ ചേച്ചി പറയുകയാണ്, അതൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ നിനക്ക് ടാസ്ക് ഒക്കെ ചെയ്യണ്ടേ, നീ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടാനാണോ ഇവിടെ വന്നത്, നീ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടവളാണോ എന്നൊക്കെ ചോദിക്കുന്നത്. അതായത് കഴിഞ്ഞ ഏകദേശം ഒരു മൂന്നാഴ്ച കാലമായിട്ട് അനുമോൾ സ്ഥിരമായിട്ട് കിച്ചൺ ടീമിലാണ് വരുന്നത്, അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കിച്ചൺ ടീമിൽ മാത്രം ഒതുങ്ങി പോകുന്നു എന്ന് അനുമോളുടെ ചേച്ചി പറയാനുള്ള പ്രധാന കാരണം. അതിനുശേഷം ചേച്ചി വീണ്ടും പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ, പുറത്ത് നീ വളരെയധികം സ്ട്രോങ് അല്ലേ, നീ പുറത്ത് കരയും എന്നത് ശരിയാണ്, എങ്കിലും നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ, എന്തായാലും നീ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്, നീ ടാസ്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, എല്ലാവരും ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, എല്ലാവരും ഇവിടെ ഗെയിമാണ് കളിക്കുന്നത്. മറ്റൊരു കാര്യം, നീ നിന്നെ ആര് വഴക്ക് പറഞ്ഞാലും അതൊന്ന് പേഴ്സണലി എടുക്കണ്ട, പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് അതിലോട്ടൊന്നും എടുത്ത് അതിലൊന്നും അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ തൂങ്ങിപ്പിടിക്കാനോ പോവണ്ട, വെറുതെ കരയേണ്ട. ഇന്നലത്തെ ആ ഒരു മട്ടൻ കറിയുടെ ആ ഒരു കാര്യമാണെങ്കിലും എനിക്കറിയാം, നീ മറ്റുള്ളവർക്ക് ഫുഡ് കൊടുത്തിട്ട് നീ കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഫുഡ് കൊടുക്കും എന്ന കാര്യം എനിക്കറിയാം, പക്ഷേ ഇതൊരു ഗെയിം ഷോയാണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് തന്നെ അതെല്ലാം മനസ്സിലാക്കി നിൽക്കണം, വെറുതെ കരയരുത്, ടാസ്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഗെയിമുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അനാവശ്യമായി കരയരുത്, ആരുടെയും നെഗറ്റീവ്സം പറയരുത്, ഒന്നും പേഴ്സണലി എടുക്കരുത് എന്നുള്ള ചില കാര്യങ്ങളൊക്കെ അനുമോളുടെ ചേച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തീർച്ചയായും അനുമോൾ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. കാരണം ബിഗ് ബോസ് മലയാളം സീസൺ 7 നല്ലൊരു പൊസിഷനിൽ എത്താൻ സാധ്യതയുള്ളൊരു ലേഡി കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അനുമോൾ. അപ്പോൾ അനുമോളുടെ ഈ ഒരു കരച്ചിലും അല്ലെങ്കിൽ കരച്ചിലോളി എന്നുള്ള ഒരു ടൈറ്റിലൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. തീർച്ചയായും അനുമോളുടെ ഫാമിലി വന്നതിന് ശേഷം അനുമോളുടെ ഗെയിമുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും.